എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ ഒരു കാര്യം പറയാം, ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ക്ഷമയോടെ കാണണം. പുറത്തുനിന്ന് പല ജീവികളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കും, പല സൗണ്ടും കേൾക്കും. മഴ പെയ്യാനുള്ള ഒരുക്കമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ലെങ്ത്, ഇതിൽ കുറച്ച് മറുപടികൾ എനിക്ക് ചില ആളുകൾക്ക് കൊടുക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ എത്തിയാദ് എയർവേസിലേക്ക് വേക്കൻസികളുണ്ട്, അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ക്ഷമയോടെ കാണാം. നിങ്ങൾ ഒഴിവ് സമയത്ത് വീഡിയോ കണ്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല. നമ്മുടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്, അതിനോട് ചേർന്നൊരു റോഡുണ്ട്. അവിടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് ബൈക്കിൽ. നമ്മുടെ കൂട്ടുകാരൊക്കെ ഒത്ത് മഴയാണല്ലോ, അപ്പോൾ ആ ഒരു വൈബ് ഭയങ്കര വൈബായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വാട്സപ്പിലേക്ക് നമ്മൾ ജോലിക്കായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എനിക്ക് അവനൊരു മെസ്സേജ് അയച്ചു, ഇതൊന്നും ഫേക്ക് ജോബ് അല്ലല്ലോ ബ്രോ എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടതാണ്. അതായത് നമ്മളൊരു 3-4 ദിവസം മുന്നേ ഒരു ഖത്തർ എയർപോർട്ടിലേക്ക് ജോലി കൊടുക്കും, ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റാണ് അവൻ എനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. അതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു ജോലിയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസമായിരിക്കും ആ ജോലിയിൽ ആ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ പല വീഡിയോ ഇടുന്നത് കാരണം ഈ കമൻ്റ് എല്ലാം താഴത്തായിട്ട് പോകും, പിന്നെ ആ കമൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ മിസ് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമൻറ്റും ഞാൻ കണ്ടിട്ടില്ല. അതിൽ ആ കമൻറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എൻ്റെ സഹോദര, വെറുതെ ഫേക്ക് ന്യൂസ് കൊടുക്കരുത്. ഞാൻ 11 വർഷമായിട്ട് ഈ പറയുന്ന ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നല്ല കാര്യമാണ്, തുടർന്ന് ജോലി ചെയ്യുക. കാരണം നിങ്ങൾ ആ 5 വർഷം വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ളതുകൊണ്ടായല്ലോ. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്, അടിപൊളി കമ്പനിയാണ്. അതുകൊണ്ടാണ് നമ്മളും ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വരുമ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ആർക്കെങ്കിലും ജോലി കിട്ടി കഴിഞ്ഞാൽ അയാൾ മാത്രമല്ല, അയാളുടെ ലൈഫ് തന്നെ മാറും, അയാളുടെ കുടുംബം രക്ഷപ്പെടും. അതുകൊണ്ട് മാത്രം. ബാക്കി നമുക്ക് വായിക്കാം. ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നിർത്തിയിട്ട്, അതായത് ഖത്തർ എയർവേസ് കമ്പനി ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നിർത്തിയിട്ട് 5 വർഷമെങ്കിലും ആയി കാണും. വീഡിയോ കാണുന്നവർക്കായിട്ട് പിന്നെ ഒഫീഷ്യൽ സൈറ്റിൽ മാത്രമേ വേക്കൻസി കാണൂ, അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അത് ശ്രദ്ധേയമാണ്, കാരണം പലരും പച്ചത്തെറിയൊക്കെ വിളിക്കാറുണ്ട്. ഇദ്ദേഹം വളരെ മാന്യമായിട്ടാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പലരും ഇതല്ലാത്ത ഒരുപാട് കമൻറ്റും ഇട്ടിട്ടുണ്ട്, നെഗറ്റീവ്. നല്ല കമൻറ്റ്സ് ഒരുപാടുണ്ട്, പക്ഷേ ഞാനത് കാണിക്കുന്നില്ല. ഈ നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങളിവിടെ കാണാം. ഇതിനൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല. ഈ ഫേക്ക് ജോബാണ്, ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് വായിച്ച ആളാണെങ്കിലും ബാക്കിയുള്ള നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരാണെങ്കിലും ഒന്നേൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കെതിരെയുള്ള ടാർഗറ്റ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എനിക്കെതിരെ ടാർഗറ്റ് വരാൻ മാത്രം ഞാൻ ഒന്നും ആയിട്ടില്ല. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ വേക്കൻസികൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. ഇവരെന്തുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ മുഴുവൻ കണ്ടിട്ട് എന്നെ നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, തീർച്ചയായിട്ടും വിമർശിക്കാം. ഞാനൊരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങളുടെ അഭിനന്ദനവും വിമർശനവും ഞാൻ ഏറ്റുവാങ്ങണം. അത് ഞാൻ വാങ്ങേണ്ട ഒരാൾ തന്നെയാണ്. അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും, നിങ്ങളുടെ അഭിനന്ദനമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനമാണെങ്കിലും ഞാൻ ഏറ്റുവാങ്ങണം. അതിന് എനിക്ക് അതിൻ്റേതായ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ വിമർശനമാണെങ്കിലും തളർത്തില്ല, അതിന് കപ്പാസിറ്റി എനിക്കുണ്ട്. നല്ലതാണെങ്കിലും ഭയങ്കര ഞാൻ വലിയ എന്തോ ആയി, എന്നെ എത്ര ആളുകൾ അഭിനന്ദിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കില്ല. അത് അതിൻ്റെ വഴിക്ക്, ഇതിൻ്റെ വഴിക്ക്, ആ രീതിയിലേ ഞാൻ വിടുള്ളൂ. അത് വേറെ കാര്യം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഖത്തർ എയർവേസ് അല്ലെങ്കിൽ ഖത്തർ എയർപോർട്ട് എന്ന കമ്പനിയിലേക്ക് വീഡിയോ ചെയ്തപ്പോൾ, ഇത് നല്ല കേട്ടോ, ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല കമ്പനികളിലേക്കുമുള്ള വേക്കൻസികൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഈ ജോലിക്കായിട്ട് ഈ നമ്പറിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വെച്ചിട്ട് ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികൾ, അതായത് ഇവിടെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഏജൻസികൾ, അവർ വഴി മാത്രം വരുന്ന വേക്കൻസികൾ മാത്രമേ ഞാൻ എൻ്റെ നമ്പർ വെച്ചിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളോട് പറയാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാട്ടിലെ, അതായത് കേരളത്തിലെ ഏതെങ്കിലും കമ്പനി അവരുടെ വേക്കൻസികൾ, അതും നമ്മൾ സത്യസന്ധമായിട്ടുള്ള വേക്കൻസി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് 3 വർഷമായി. ഇതിനിടയിൽ ഇതുവരെ ഫേക്ക് ആയിട്ടുള്ള വേക്കൻസികൾ, അതായത് ഫേക്ക് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടും ഞാനത് ഇതുവരെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞാണ് സത്യം, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ ഇതിനു മുമ്പ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൻ്റെ പേര് ഡ്രീം ജോബ്സ് എന്നായിരുന്നു. അത് കുറേ മുന്നേ ഉണ്ടോ, വർഷങ്ങൾക്ക് മുന്നേ ആ ചാനൽ തുടങ്ങാനൊരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ ജോലി തേടി അലഞ്ഞൊരു സമയമുണ്ട്, ജോലിക്കായിട്ട് അലഞ്ഞൊരു സമയം. ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ. പിന്നെ എനിക്ക് ജോലി കിട്ടി, ഞാൻ സൗദി പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ. പിന്നെ അത് ഞാൻ ഒഴിവാക്കി. അതിനുശേഷം ആരംഭിച്ച ചാനലാണ് ഇത്, ഈ മൈ ജോബ് എന്ന ചാനൽ. അപ്പോൾ ഇതിലാണെങ്കിലും അതിലാണെങ്കിലും നമ്മൾ ഫേക്ക് ജോലി ഒഴിവുകളൊന്നും തന്നെ
അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ഒരു ഖത്തർ എയർവേസിൻ്റെ വീഡിയോ, ഇപ്പോൾ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള വീഡിയോയ്ക്കാണല്ലോ ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ മുൻനിർത്തി ഞാൻ പറയാം, നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടുള്ളൊരു വ്യക്തികളാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചാനൽ 60,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഈ 60,000 പേർക്കുമാണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട അത്രത്തോളം പേർക്കാണ്, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന അത്രത്തോളം പേർക്കാണ്. ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ആ വീഡിയോയുടെ ലിങ്ക്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. ആ വീഡിയോയിൽ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 10-60 വേക്കൻസികൾ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ആ വീഡിയോയിൽ ഞാൻ അത്തരം വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് അതിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ അപേക്ഷിക്കേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പലരും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഖത്തർ എയർവേസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് നമ്മൾ വേക്കൻസികൾ ചെയ്തു, പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ തീർത്തും പറഞ്ഞിട്ടുള്ളത് അതിലെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാത് കമ്പനികൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്, അവരുടെ സൈറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മാർഗ്ഗം അപ്ലൈ ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലിപ്പോൾ ഒരാൾ, ഒന്നല്ല 2 പേര് എന്നോട് ചോദിച്ചു, ബ്രോ ഒന്ന് എനിക്കൊന്ന് അപ്ലൈ ചെയ്ത് തരുമോ എന്നുള്ളത്, മോനെ നീ എൻ്റെ മകന് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളത് ഒരു അമ്മയും ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, അവിടെ ഇമെയിൽ ID പാസ്വേഡൊക്കെ കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് അപ്ലൈ ചെയ്ത് തരാൻ കഴിയില്ല. കാരണം അതിൻ്റെ നിയമവശം നമുക്കറിയാം, അത് ശരിയല്ല, നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അവരായിട്ട് സ്വയം അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ആ ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ എന്നുള്ളത് ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നാട്ടിലാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യയിലാണ് അതിന് ഇൻ്റർവ്യൂ നടക്കുന്നത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല വീഡിയോയിൽ. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വീഡിയോയുടെ അവസാനം ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കാണാം, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാനൊന്ന് പറഞ്ഞു പോവാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇതിലേക്ക് പ്രായപരിധി കാര്യങ്ങൾ കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഏത് പ്രായമുള്ളവരാണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകൾ എല്ലാം തന്നെ അവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കേട്ടില്ലേ, ഇതിലെവിടെയാണ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി വഴിയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്, ഞാൻ എവിടെ പറയുന്നത്, ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളെല്ലാം കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈറ്റിലേക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പേജിലേക്കല്ല, ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ വേക്കൻസികളാണ് അതുവഴി അപേക്ഷിക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞത് എന്താ, ഇദ്ദേഹം പറഞ്ഞത് പിന്നെ ഒഫീഷ്യൽ സൈറ്റ് മാത്രമേ വേക്കൻസി കാണൂ, അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പൊന്നാര ചേട്ടാ, എൻ്റെ കരളെ, ഞാൻ അതുതന്നെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മുത്തുമണി. ഈ ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു വഴിക്കും അപ്ലൈ ചെയ്യാൻ ഞാൻ ഇവരോട് ആരോടും പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും പറയാൻ പോകുന്നുമില്ല. ഒരാളും കുടുങ്ങിപ്പോകരുത്, അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഒരാളും നമ്മൾ കാരണം കുടുങ്ങിപ്പോകരുത്. നമുക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഞാൻ അവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഖത്തർ എയർവേസിൻ്റെ ലിങ്ക് മാത്രമല്ല, ഇതാ ഈ ഒരു സംഭവം നിങ്ങൾ അവിടെ കാണാം. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ വിട്ടുപോകും, ചിലപ്പോൾ ഓർമ്മ വരുമ്പോൾ അത് കൊടുക്കും. ഇതൊന്നും എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് വിടുന്നതല്ല. ഇതൊക്കെ നമ്മൾ സ്വയം എഴുതി കാര്യങ്ങൾ. അപ്പോൾ ചിലത് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലത് മിസ്സായി പോകും, നമ്മൾ മറന്നു പോകും. ഇപ്പോൾ ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലത് വിട്ടുപോകും. അത് മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാനൊരു ജോബ് വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ചെയ്തു തരാൻ കഴിയുള്ളൂ. അപ്പോൾ വിമർശിച്ചോളൂ, വീഡിയോ മുഴുവൻ കണ്ടിട്ട് വിമർശിക്കുക. നിങ്ങൾ തെറി വിളിക്കുക, മറ്റെന്ത് തേങ്ങനെ മൂടാനും കുഴപ്പമില്ല, പക്ഷേ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വിമർശിക്കുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രയും പേര് നിങ്ങൾ ഈ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീഡിയോ മുഴുവനായിട്ട് കാണില്ല, അവർ വിചാരിക്കും ഇത് ഫേക്ക് ആണെന്നുള്ളത്. അപ്പോൾ അവർ നിർത്തിപ്പോകും. ചിലപ്പോൾ ആ ആളുകളിൽ ഒരാൾക്ക് ചിലപ്പോൾ ഇതിൽ ജോലി നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം കൂടെ പറയാം. ഇദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട്, ഖത്തർ എയർവേസ് ഇൻ്റർവ്യൂ നടത്തി കുറേ കാലമായിട്ടുണ്ട്. അത് എനിക്കും അറിയാം. ഇപ്പോൾ സാധാരണയായിട്ട് ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് ഡൽഹി, മുംബൈ,
കൊൽക്കത്ത, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിലാണ്. അവരൊരു ഓപ്പൺ ഡേ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഈവൻറ്റ് എന്ന പേരിലാണ് ഇത് വെക്കാറുള്ളത്. അതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇവിടെ നാട്ടിലാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി അപേക്ഷിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു മച്ചാന് ഇതേമാതിരി കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഇന്ത്യക്കാരെ ഖത്തർ എയർവേസിലേക്ക് എടുക്കുന്നില്ല. ആരാ പറഞ്ഞത് നിങ്ങളോട്? ആരാ പറഞ്ഞത്? ഇപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ കമൻറ്റ് ഇന്ത്യക്കാരനല്ലേ, മലയാളിയല്ലേ? എത്ര മലയാളികൾ ഇന്ത്യക്കാർ ഖത്തർ എയർവേസ് എന്ന കമ്പനിയിൽ പല സെക്ഷനിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മാതിരി തള്ളല്ലേ മനുഷ്യ. പിന്നെ കാര്യങ്ങൾ പറയാനുള്ളത്, ഖത്തർ എയർവേസിൽ നിന്നല്ല, ഇതുപോലെയുള്ള ഏത് കമ്പനിയാണെങ്കിലും അവരുടെ രാജ്യത്തുള്ള പൗരന്മാർക്ക്, അതായത് രാജ്യത്തെ പൗരന്മാർക്ക് അവർ ചില വേക്കൻസികൾ മാറ്റി വെക്കാറുണ്ട്. ആ വേക്കൻസികൾ നമ്മൾ വീഡിയോയിൽ പറയാറില്ല. അഥവാ നമ്മൾ ഈ വേക്കൻസികൾ വായിച്ചു പോകുമ്പോൾ അഥവാ പറഞ്ഞാൽ പറഞ്ഞു അത്രമാത്രം, അല്ലാതെ അതെടുത്ത് നമ്മൾ പറയാറില്ല. മാക്സിമം നമ്മളത് ഒഴിവാക്കാറുണ്ട്. ഇപ്പം ഞാൻ എഴുതിയിട്ടൊക്കെയാണ്, ബുക്കിൽ എഴുതിയിട്ടാണ്, അതായത് വെബ്സൈറ്റ് നോക്കിയിട്ടല്ല. വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാൻ എഴുതിയിട്ടാണ്, ബുക്കിൽ എഴുതിയിട്ടാണ് ഓരോ വേക്കൻസികൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുള്ളത്. അപ്പം നമ്മൾ മാക്സിമം അത് ശ്രദ്ധിക്കാറുണ്ട്. ഖത്തർ നാഷണൽസിന് മാത്രമായിട്ടുള്ള വേക്കൻസികൾ വീഡിയോയിൽ പറയരുതെന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് അബദ്ധങ്ങൾ പറ്റും, സ്വാഭാവികമാണ്. അല്ലാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നോക്കിയിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് നോക്കാം, അതായത് നമ്മളൊരു വേക്കൻസി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാരിസ്റ്റ, ആ വേക്കൻസി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കാണും. ആ ഒരു വേക്കൻസി കണ്ടു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, എബൌട്ട് യു, റിക്രൂട്ട്മെൻറ്റ് എന്നീ ഭാഗത്താണ് അതിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് കാണാൻ കഴിയുക. അവിടെ നിങ്ങൾക്ക് നോക്കാം, അവിടെ ലോക്കൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ഖത്തർ ID അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഖത്തർ പൗരന്മാർക്ക് മാത്രമേ അല്ലെങ്കിൽ ഖത്തർ ID ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഗം അവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഖത്തറിന് പുറത്തുള്ള രാജ്യക്കാരെയും അവിടേക്ക് എടുക്കുന്നുണ്ട്. അതല്ലേ അതിനർത്ഥം, അതുതന്നെയാണ് അതിനർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ ആവശ്യമില്ലാണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാതെ വെറുതെ വിമർശനം ഉന്നയിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട്, പല വീഡിയോയിലും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, ഓരോ ജോബ് പൊസിഷനുകളിലേക്കും അതാത് കമ്പനിക്ക് ഓരോ ഐഡിയകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന വേക്കൻസിയിലേക്ക് ഇന്ത്യക്കാരെ മാത്രം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവരുടെ ചിന്തയിലുണ്ടാകും. ഇന്ന വേക്കൻസിയിലേക്ക് ഫിലിപ്പീൻസിനെ മാത്രം എടുക്കാൻ പറ്റുന്നത് ചിന്ത അവർക്കുണ്ടാകും. ഇന്ന വേക്കൻസിയിലേക്ക് അമേരിക്കൻസ് അല്ലെങ്കിൽ സ്പെയിന് രാജ്യത്തുള്ള, അത് ഓരോ കമ്പനിയുടെയും എന്താ പറയുക തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ റൂൾസാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പക്ഷേ വേക്കൻസിക്ക് അവൈലബിൾ ആണ്. ആ വേക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ, ഫേക്ക് അല്ലാത്ത ഒറിജിനൽ വേക്കൻസികൾ, സത്യസന്ധമായിട്ടുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാനത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആരൊക്കെ സെലക്ട് ആവും എന്നുള്ളത് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനല്ലല്ലോ അതിൻ്റെ HR, അല്ലെങ്കിൽ ഞാനല്ലല്ലോ അതിൻ്റെ മുതലാളി. അപ്പം ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. 1 അല്ല 2 അല്ല 3 വട്ടോ 4 വട്ടോ അപ്ലൈ ചെയ്ത് നോക്കൂ. കിട്ടിയാലോ എങ്ങാനും ബിരിയാണി കിട്ടിയാൽ ഇതിലേക്ക് ₹1 വേണ്ട, അപ്ലൈ ചെയ്യാൻ ₹1 വേണ്ട, 1 മിനിറ്റ് മതി അപ്ലൈ ചെയ്യാൻ. ATS ഫ്രണ്ട്ലി CV വേണം എന്ന് നിർബന്ധമാണ്. ഞാൻ ATS ഫ്രണ്ട്ലി CV അവരുടെ സോഫ്റ്റ്വെയർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി CV അല്ലാത്തത് വായിക്കില്ല സോഫ്റ്റ്വെയർ, അത് റിജക്റ്റ് ചെയ്യും. ATS സോഫ്റ്റ്വെയർ ടേക്ക് ചെയ്യുന്നത് മാത്രമേ, അതായത് ATS സോഫ്റ്റ്വെയർ എടുക്കുന്നത് മാത്രമേ അവരുടെ HR മാനേജർ മുന്നിലേക്ക് എത്തുകയുള്ളൂ. അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് ഒന്ന് ജോലിയാണ് അപ്ലൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വിമർശിച്ചോളൂ. വീണ്ടും ഞാൻ പറയുകയാണ്, വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയിൽ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. എന്നെ അഭിനന്ദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം വിമർശിക്കുക, അല്ലാണ്ട് വണ്ടിയും വലിയെടുത്തിട്ട് വിരലിയും അതിന് നിൽക്കല്ലേ. ഇപ്പം നമുക്ക് എന്തായാലും എത്തിഹാദ് എയർവേസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എത്തിഹാദ് എയർവേസിലേക്ക് നമുക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് ശേഷം കമൻറ്റ് ഇടുന്നൊരു കമൻറ്റ് ഇട്ടോളൂ. ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മൾ ഖത്തർ എയർവേസിലേക്കാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ചെയ്ത എമിറേറ്റ്സ് എയർലൈൻസിലേക്കാണെങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു ഫ്രഷറിന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10ാം ക്ലാസ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ എത്തിഹാദ് എയർവേസിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 10ാം ക്ലാസ് ഉള്ളവർക്കൊന്നും അപേക്ഷിക്കാനുള്ള വകുപ്പില്ലെന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്ത് കണ്ടില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ്, മിനിമം 2-3 വർഷം അതായത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എത്തിഹാദ് എയർവേസിലേക്ക് നിലവിൽ ആവശ്യമുള്ളൂ. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാനൊന്ന് ആദ്യം പറഞ്ഞു പോകാം. എത്തിഹാദ് എയർവേസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ പറയുന്നതിന് മുന്നേ ഇവിടെ UAE വേക്കൻസി ഉണ്ട്, എത്യോപ്യയിലേക്ക് വേക്കൻസി ഉണ്ട്, നെതർലാൻഡ്, തായ്ലാൻഡ്, സ്പെയിന്, അതേപോലെ തന്നെ ഹോങ്കോങ്, ഇന്തോനേഷ്യ, മലേഷ്യ, UK, ബഹ്റൈൻ, ഫിലിപ്പീൻസ്, റഷ്യ, സൗദി അറേബ്യ, കാനഡ, പോളണ്ട് എന്നീ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ വേക്കൻസിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് എത്തിഹാദ് എയർവേസ്
അബുദാബിയുടെ സ്വന്തം എത്തിഹാദ് എയർവേസ് എന്ന പ്രീമിയം എയർലൈനിലേക്ക് വന്നിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, റിസോഴ്സ് പ്ലാനിംഗ് ഓഫീസർ, LMI എഞ്ചിനീയർ, ഡാറ്റ അനലിസ്റ്റ് ഓഫീസർ, VIP സർവീസ് ഏജൻറ്റ്, നെറ്റ്വർക്ക് പ്ലാനിംഗ് മാനേജർ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ സ്പെഷ്യലിസ്റ്റ്, ട്രാവൽ ഏജൻസി മാനേജർ, കാർഗോ മാനേജർ, എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, സെയിൽസ്, പ്രൊഡക്റ്റ് ഓഫീസർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, പ്രൊജക്റ്റ് മാനേജർ, ക്യാബിൻ ക്രൂ. അതേപോലെ തന്നെ എത്യോപ്യ രാജ്യത്തേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസി വന്നിട്ടുണ്ട്. ജോർദാനിലേക്കും ഈ ഒരു വേക്കൻസി അവൈലബിൾ ആണ്. നെതർലാൻഡ് എന്ന രാജ്യത്തേക്ക് AMS ഡ്യൂട്ടി സൂപ്പർവൈസർ കാർഗോ ഓഫീസർ എന്ന ജോലിയിലേക്കും വേക്കൻസി ഉണ്ട്. തായ്ലാൻഡിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ മാനേജർ എന്ന പോസ്റ്റിലേക്കും, അതേപോലെ തന്നെ സ്പെയിനിലേക്ക് ബാഴ്സലോണയിലേക്കാണ് വേക്കൻസി ഉണ്ട്. അതേപോലെ US, ചൈന എന്നീ രാജ്യത്തേക്കും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വേക്കൻസി ഉണ്ട്. ഡൽഹിയിലേക്ക്, നമ്മുടെ ഡൽഹിയിലേക്കും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന വേക്കൻസി അവൈലബിൾ ആണ്. അതേപോലെ ഹോങ്കോങ്, ഇന്തോനേഷ്യ, മലേഷ്യ, UK, ബഹ്റൈൻ, ഫിലിപ്പീൻസ്, റഷ്യ, സൗദി അറേബ്യ, കാനഡ, പോളണ്ട് എന്ന രാജ്യത്തേക്കും ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന വേക്കൻസിയും മറ്റു വേക്കൻസികളും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഈ ഒരു എത്തിഹാദ് എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതിലൊക്കെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 10ാം ക്ലാസ് ഒന്നും യോഗ്യത ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഡിഗ്രിയൊക്കെയാണ് ഇവിടെ മിനിമം യോഗ്യതയായിട്ട് ചോദിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. തീർച്ചയായിട്ടും ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ അലവൻസ്, ഫുഡ് അല്ലെങ്കിൽ ഫുഡ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഫ്രീ എയർ ടിക്കറ്റ്, സ്റ്റാഫ് ട്രാവൽ ബെനിഫിറ്റ്, ആനുവൽ സാലറി ഇൻക്രിമെൻറ്റ്, ഇൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, പെയ്ഡ് ആനുവൽ ലീവ്, ട്രെയിനിങ്. അതേപോലെ തന്നെ ചില പോസ്റ്റുകളിലേക്ക് ജിമ്മ്, വെൽനസ് പ്രോഗ്രാം, എംപ്ലോയി എന്നീ ഡിസ്കൗണ്ട്സും ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കിട്ടാൻ പോകുന്ന ചില ബെനിഫിറ്റുകളുടെ കാര്യം പറഞ്ഞു, സാലറി കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും കമ്പനി പറയുക. നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നല്ലേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഖത്തർ എയർവേസിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷന് ഒരു കാര്യം കൂടെ പറയാം. ചില ആളുകൾക്ക് ഡിസ്ക്രിപ്ഷന് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നറിയില്ല. ഞാനിതാ ഇവിടെ വീഡിയോ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഇങ്ങനെയാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓൺ ചെയ്യേണ്ടത്. ചെറിയൊരു കാര്യമാണ്, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ ഖത്തർ എയർവേസ് നമ്മുടെ ആ ഒരു വിമർശനമായിട്ട് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ എത്തിഹാദ് എയർവേസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും എത്തിഹാദ് എയർവേസ് എന്നും അതേപോലെ തന്നെ ഖത്തർ എയർവേസ് എന്നും പേര് കൊടുത്തിട്ട് ശേഷമാണ് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് മാറരുത്. അപ്പോൾ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക, യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക.